അള്ളാഹുവിൻ്റെ തിരുദൂതർ ഏറ്റവും നല്ല സൽസ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. ഏറ്റവും ആകർഷണീയമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അങ്ങേ അറ്റത്തെ സൽസ്വഭാവിയായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പെരുമാറ്റവും നബിയുടെ സംസാരവും എല്ലാം വളരെയധികം ആകർഷണീയമായിരുന്നു, വളരെയധികം മാതൃകാപരമായിരുന്നു. അത് ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വല്ലാതെ ഹഠാത് ആകർഷിച്ചു. ജനങ്ങൾ പ്രവാചകനിലേക്ക് ഒരു കാന്തമെന്നോണം ആകർഷിക്കപ്പെട്ടു. നബി തിരുമേനിയെ വിട്ടുനിൽക്കാൻ അവരുടെ മനസ്സൊരിക്കലും അനുവദിച്ചില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധമണയാൻ അവർ വല്ലാതെ കൊതിച്ചു. പ്രവാചകനെ കണ്ടിരിക്കുവാൻ അവർ വല്ലാതെ മോഹിച്ചു. പ്രവാചകനിൽ അദമ്യമായ അനുരാഗം, സ്നേഹമുണ്ടാകുവാൻ അത് കാരണമായി. നബിയുടെ പെരുമാറ്റമാണത്, നബിയുടെ സമീപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആളുകൾ ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്, അകലുകയല്ല. അത് പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ആലു ഇംറാനിൽ 159 ആയത്തിൽ പറയുന്നത്, നബി അള്ളാഹുവിന്റെ വലിയൊരു കരുണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സൽസ്വഭാവത്തോടു കൂടി സൗമ്യമായിട്ട് അവരോട് പെരുമാറുന്നത്. നബിയുടെ പെരുമാറ്റം അത്ര കണ്ട് ആകർഷണീയമല്ലാത്ത ഒരു പരുക്കൻ സ്വഭാവമായിരുന്നുവെങ്കിൽ ജനങ്ങൾ ചുറ്റുഭാഗത്തു നിന്നും ചിതറിപ്പോകുമായിരുന്നു. ഇത് ചിതറി അകന്നു പോവുകയല്ല, വല്ലാതെ അടുക്കുകയാണ്. അതിന്റെ കാരണം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയാണ്. നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും ഉള്ളവരോട് ആളുകൾ ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും, അല്ലാത്തവരിൽ നിന്ന് ആളുകൾ അകന്നു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ഇത്ര കണ്ട് മഹിമമായ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമ വേറെ ആരും ഇല്ല. കാരണം നബിയുടെ നിയോഗ ലക്ഷ്യം തന്നെ സ്വഭാവത്തിന്റെ പൂർണ്ണമായ രൂപം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അത് തിരുനബി തന്നെ തന്റെ നിയോഗ ലക്ഷ്യമായി പറയുന്നുണ്ട്. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സമ്പൂർണമായ സൽസ്വഭാവത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സൽസ്വഭാവത്തിന്റെ പൂർണ്ണത ലോകത്തിന് മാതൃകയാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് അധ്യാപനം മാത്രമല്ല, ജീവിതം കൊണ്ടുള്ള ഡെമോൺസ്ട്രേഷൻ കൂടിയാണ്. ജീവിതം കൊണ്ട് അത് മാതൃകയാക്കി പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കലാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ലോകത്ത് സൽസ്വഭാവം എന്താണോ, നല്ല പെരുമാറ്റം എന്താണോ, സ്വഭാവ രീതികൾ എന്തൊക്കെയാണോ, അതൊക്കെ പ്രവാചകനിലൂടെ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നതാണ്. നബിയെ സംബന്ധിച്ച് സ്വഹാബത്ത് സാക്ഷ്യപ്പെടുത്തുന്ന എന്താണെന്നറിയോ?